പരിപാടിയുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ശ്രീ മുനീർ അഗ്രഗാമി, അധ്യാപകരെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ജൂലൈ 5. നോവലിസ്റ്റ്, കഥാകൃത്ത്, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ബേഗം സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ്. ഇതുപോലെ ഒരു ജൂലൈ 5-നാണ് ബഷീർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. വൈക്കം തലയാളെ പറഞ്ഞു കായ അബ്ദുറഹ്മാന്റെയും കുഞ്ഞാമ്മയുടെയും മകനായി 1908 ബഷീർ ജനിച്ചു. അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത ജീവിത വീക്ഷണം അതിലൂടെ വിരിഞ്ഞതായിരുന്നു ബഷീറിന്റെ മിക്ക രചനകൾ. കാത്തുമേനി, സൈനമേനി, ഒറ്റക്കടൽ പൂക്കരും, മജീദും സോദരയും, പൊൻകുരിശു തോമയും ഒക്കെ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? മലയാളത്തിലെ ആ മഹാസാഹിത്യകാരനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിൽ സംബന്ധിക്കാൻ എത്തിയ പ്രമുഖ വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്ന തത്വത്തിലേക്ക് കടക്കപ്പെട്ടു. ഇന്ന് ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ആദരണീയനായ പ്രിൻസിപ്പൽ ശ്രീ രമേശ് കുമാർ CS ആണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സൗമ്യയും സ്വാഗതം ചെയ്യുന്നു. ബഷീർ സ്മൃതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനും മുഖ്യപ്രഭാഷണം നടത്താനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യാതിഥി ശ്രീ മുനീർ അഗ്രഗാമി അവരുടെ MS രാജ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹം കവി, ചിത്രകാരൻ, അധ്യാപകൻ, ലേഖകൻ, പ്രഭാഷകൻ തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രശസ്തനായ ശ്രീ മുനീർ അഗ്രഗാമി കോഴിക്കോട് ജില്ലയിലെ ഉള്ളേരിയിലാണ് ജനിച്ചത്. പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ് ചേക്കന ചൂടിപ്പോയ പെൺകുട്ടി, മയിൽത്തീരുകൾ പറയുന്നത്, മഞ്ഞുമൂടിയ മുടിയിഴകൾ തുടങ്ങിയവ. ആദ്യകാല സമാഹാരമായ ചേക്കന ചൂടിപ്പോയ പെൺകുട്ടിക്ക് 2009 കാവ്യവേദി പുരസ്കാരം ലഭിച്ചു. AKTCPA കവിതാ സമ്മാനം 2019 ലഭിച്ചു. പരസ്പരം മാസികയുടെ MK കുമാരൻ സ്മാരക കവിതാ പുരസ്കാരം തുടങ്ങിയ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രമുഖ വ്യക്തിത്വമാണ് ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കാനെത്തിയ ശ്രീ മുനീർ അഗ്രഗാമി. മറ്റു അധ്യാപകർ, അനധ്യാപകർ, എന്റെ സഹപാഠികളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Good afternoon. Very respected guest of the day, Professor Munir, Headmaster, teachers and my dear students. The reason why we are here in this auditorium is not to everyone. You know that we have been organizing a lot of programs for the last 2-3 weeks. There are many reasons for CCA department to organize the programs. The first reason is to make you understand the cause of the day. What is the cause of the day? That of course our chief guest will give you the details. And second thing, to give chance to your friends to perform on the stage, to have the prayer, to be the anchor, to give speech, to give vote of thanks. It goes like this. And third thing, how to offer a disciplined audience to a stage. That is why we have called the students of 6, 7, 8, 9. This is actually an exercise for you to be seated there for 1 hour or 1.5 hours to listen to the speakers. And today we are so fortunate to have Professor Munir, as already given the details by the student. He will be speaking about the cause of the day, so that my duty is not to speak on Bashir Smriti. But when you go through the books of Waikem Muhammad Bashir, you will be just thinking about the storyline of the book. But of course, as a writer, when we speak about Waikem Muhammad Bashir, he was actually a naturalist. He was speaking not only about the characters, and many of his characters were trees and animals. So in that aspect, today when you take a book, or tomorrow when you take a book of Waikem Muhammad Bashir, if you go through the content of the book, you will come to know he is the only writer. I can say many writers are there, but he is the best writer who was speaking about the nature. So all those areas will be addressed by the guest today. It's our duty to wholeheartedly welcome and express our sincere gratitude to the guest of the day, Professor Munir, to accept our invitation to come to the Raja School to inaugurate this function. And wholeheartedly thank the CCA department and all the teachers, and for you especially for coming and giving a good audience to the speaker of the day today. Thank you.
ശ്രീ മുനീർ അഗ്രഗാമി. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അവിസ്മരണീയമാക്കുവാൻ അദ്ദേഹത്തെ ഞാൻ നിറഞ്ഞ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പ്രവർത്തനം നടത്തിയ ലാസിൻ, സ്വാഗതം പറഞ്ഞ ജിഫാന, അധ്യക്ഷ പ്രസംഗം നടത്തിയ നിങ്ങളുടെ ആദരണീയനായ പ്രിൻസിപ്പൽ രമേശ് കുമാർ സർ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനികൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ബഷീർ എന്നത്. ആ പേരറിയാത്ത ഒരാളും ഈ സദസ്സിലുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും ജനകീയനാണ് ബഷീർ. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളും ബഷീറിനെ കുറിച്ച് പറയുകയും ബഷീറിന്റെ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ബഷീറായിട്ട് കുട്ടികൾ വേഷം മാറി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്, അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ? മറ്റൊരു എഴുത്തുകാരന് ലഭിക്കാത്ത അത്രയും ആദരവും അത്രയും സ്നേഹവും ബഷീറിന് മാത്രം ലഭിക്കുന്നു. വേറൊരു എഴുത്തുകാരനെയും ഓർമ്മ ദിവസം നമ്മൾ എങ്ങനെയൊന്നും ഇത്ര വലുതായ രീതിയിൽ കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നില്ല. നമ്മുടെ മഹാകവികളുടെയും ഭാഷാപിതാവിൻ്റെയും ഒക്കെ ഓർമ്മ ദിവസങ്ങളുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഒരു സ്നേഹം ബഷീറിന് കിട്ടാൻ എന്താണ് കാരണം? അതിന് കാരണം നമുക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ 6ാം ക്ലാസ്സിലെ കുട്ടി വായിച്ചാലും 60 വയസ്സുള്ള ഒരു പ്രൊഫസർ വായിച്ചാലും ഒരേപോലെ മനസ്സിലാകുന്ന കഥകളാണ് ബഷീർ എഴുതിയിട്ടുള്ളത്. ചില എഴുത്തുകാർ എഴുതുന്നത് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവരുത്. ഇപ്പൊ ആരെങ്കിലും അർത്ഥം പറഞ്ഞു വേണ്ടേ? നമ്മുടെ അധ്യാപകരെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് അത് കയറുകയുള്ളൂ. പക്ഷെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ബഷീർ എഴുതിയത് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലേക്ക് വരും. വേറൊരാളും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബഷീറിന്റെ കഥകൾ വായിച്ച ആളുകളൊന്ന് കൈകൊക്കുമോ? ഏതെങ്കിലും കഥ വായിച്ചവർ? ഒരുപാട് പേരുണ്ട്. വെരി ഗുഡ്. ബഷീറിന്റെ ഇമ്മിണി വലിയ ഒന്നുള്ള പ്രയോഗത്തെ കുറിച്ച് കേൾക്കാത്തവരാരെങ്കിലും? ഇമ്മിണി വലിയ ഒന്ന് എന്ന് കേൾക്കാത്തവരാരെങ്കിലും ഇല്ല? എല്ലാവരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അതല്ലേ? അതുപോലെ ബഷീറിന്റെ ഭൂമിയുടെ അവകാശികളെ കുറിച്ച് അറിയാത്തവരും ആരും ഉണ്ടാവില്ല. ആരെങ്കിലും ഉണ്ടാവും ഭൂമിയുടെ അവകാശികൾ എന്ന് കേൾക്കാത്തവർ? ആരെങ്കിലും? എല്ലാവരും അറിയാം. ഇതാണ് ഈ ബഷീറിന്റെ ജനകീയത എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെ ഉള്ളൂരിന്റെ കവിത വായിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടാവും? കുറച്ച് പേരുണ്ടാവുള്ളൂ. കൈവയ്ക്കാൻ അറിയാം. വളരെ കുറച്ച് പേരെ ഉള്ളൂരിന്റെ കവിത വായിച്ചിട്ടുണ്ടാവുള്ളൂ. അതുപോലെ എഴുതരുത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ ജനകീയമായിട്ട് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? അദ്ദേഹം ഏത് ഭാഷയിലാണ് എഴുതിയത് എന്നുള്ളത്. നമ്മളൊക്കെ മലയാളം സംസാരിക്കുന്നവരാണ്, മലയാളത്തിൽ എഴുതുന്നവരാണ്. മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മലയാളം കേട്ടാൽ മനസ്സിലാകും, എഴുതാൻ സാധിക്കും, ഇല്ലേ? എല്ലാവർക്കും പറ്റും. അപ്പൊ മലയാളികളായ നമ്മൾക്ക് ഒരു മലയാളമുണ്ട്. എന്നാൽ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ പാഠഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ബഷീറിന്റെ പാടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബഷീർ എഴുതിയതാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും.
മനസ്സിലാവുകയും ചെയ്യും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മലയാളം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെ ഹിന്ദി പഠിക്കുന്നത് പോലെ പഠിക്കുന്ന ഒരു മലയാളമാണ്. അതിന് സ്റ്റാൻഡേർഡ് മലയാളം എന്ന് പറയും, മാനക മലയാളം എന്ന് പറയും. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിട്ടുള്ളൊരു മലയാളമാണ്. എല്ലാവർക്കും കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള ആൾ മുതൽ കാസർഗോഡുള്ള ആൾക്ക് വരെ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു മലയാളമാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. എന്നാൽ നമുക്ക് വീട്ടിൽ സംസാരിക്കുന്ന മലയാളം അതാണോ? അല്ല. പക്ഷെ ബഷീറിന്റെ കൃതികളിൽ ബഷീർ എഴുതിയത് പൂർണ്ണമായിട്ടും അദ്ദേഹം വീട്ടിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് എന്നതാണ് വാസ്തവം. വീട്ടിൽ സംസാരിക്കുന്ന രണ്ട് തരം ഭാഷ ബഷീറിലുണ്ട്. രണ്ട് തരം സാംസ്കാരിക പരിസരത്തിൽ ജീവിച്ച ആളാണ് ബഷീർ. ഒന്ന് അദ്ദേഹം ജനിച്ചു വളർന്ന പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള വൈക്കത്തെ തലയോലപ്പറമ്പിലെ വീട്ടിലെ ഭാഷ. രണ്ടാമത് അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ച എഴുത്തുകാരനായിട്ട് കൂടുതൽ കാലം ജീവിച്ച കോഴിക്കോട് ബേപ്പൂരിലെ ഭാഷ. അദ്ദേഹത്തിന്റെ കൃതികൾക്ക് നോക്കുക. കൃതികളിൽ നമ്മൾ വായിക്കുന്ന ഓരോന്നും ബാല്യകാല സഖ്യയാണെങ്കിലും പിന്നെ പാത്തുമേടാണെങ്കിലും നൃപ്പാഭികരാണുണ്ടായിരുന്നത് എന്നതാണെങ്കിലും അതിൽ നമ്മൾ തെറ്റിടാൻ നോക്കിയാൽ ചിലപ്പോൾ അക്ഷരത്തിന്റെ വേണ്ടി ആ രീതിയിലാണ് സംഭാഷണങ്ങളുള്ളത്. എങ്ങനെയാണ് വീട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ ബൈ എന്നുള്ളത് വഴി എന്നുള്ളത് ബൈ എന്ന് പറയുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഭാഷയാണ് അല്ലേ? മാതൃഭാഷ എന്നാൽ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ. അപ്പൊ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന നമ്മുടേതായ വാക്കുകളുള്ള ഭാഷയുണ്ട്. അതെല്ലാ വാക്കും ചിലപ്പോൾ നിഘണ്ടുവിൽ ഉണ്ടാവില്ല, ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. പക്ഷെ ബഷീർ അങ്ങനെ ഉപയോഗിച്ച് എഴുതിയ കൃതികൾ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കും ഇല്ലേ? അതുപോലെ അപാരമായ ഭാവനയാണ് ബഷീർ. ബഷീറിന്റെ വളരെ ഭാവന ഉള്ളൊരു കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആ പുസ്തകം? വിശ്വവിഖ്യാതമായ മൂക്ക്. ഒരാളുടെ മൂക്ക് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നവർ നീണ്ടു വരും. ഒരു വീട്ടിലെ പാചകക്കാരനാണ്. ആ പാചകക്കാരനായ മനുഷ്യന്റെ മൂക്ക് ഒരു ദിവസം കുറച്ച് നീളം നീണ്ടായിട്ട് പൊക്കിൾ വരെ മൂക്ക് നീണ്ടു. അങ്ങനെ മൂക്ക് നീണ്ടു വന്നപ്പോ അയാളെ മുതലാളി ജോലിയിൽ തിരിച്ചുവിട്ടു. ജോലിയിൽ തിരിച്ചുവിട്ട് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യും? പൈസ ഇട്ടില്ല. എന്ത് ചെയ്യും? അയാൾ വീട്ടിൽ പോയി വേറെ ആരും പണി കൊടുക്കുന്നില്ല. കാരണം എന്താണ്? അയാളുടെ മൂക്കിൽ ഇങ്ങനെ ഒരു വികലാംഗത്വം ഉണ്ടായി, മൂക്ക് നീണ്ടു വന്നു. അപ്പൊ സാധാരണ നമ്മളിങ്ങനെ എല്ലാവരും ഒരേപോലെ ഇരിക്കുമ്പോൾ അതിലൊരാളിങ്ങനെ ഇപ്പൊ ഗണപതിയുടെ മൂക്ക് പോലെ അല്ലെ? മൂക്ക് നീണ്ട ആളെ വരല്ലേ ഗണപതി? ആനയുടെ മൂക്കിലുള്ള ഗണപതിയുള്ള ഒരു ദൈവമാണ് ഗണപതി. അപ്പൊ അതുപോലെ നീണ്ടു വന്ന മൂക്കിനെ ആരും കൂട്ടത്തിൽ കൂട്ടിയില്ല, വീട്ടിലിരിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു പ്രശ്നമായി. ആൾക്കാരെ മുഴുവൻ ഈ മൂക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകും. ആൾക്കാർ വരും, മൂക്ക് തൊട്ട് നോക്കും, മൂക്കിനെ കുറിച്ച് സംസാരിക്കും. ആരും മൂക്കിനോട് നീ ഭക്ഷണം കഴിച്ചോന്നോ നിനക്ക് എന്താ വിഷമമെന്നോ ഒന്നും ചോദിച്ചില്ല. എല്ലാവരും മൂക്ക് കണ്ടെത്തിച്ചു. ചില ആൾക്കാർ കൊണ്ടാൻ പറഞ്ഞു. അങ്ങനെ കുറേ ദിവസത്തിൽ ആവർത്തിച്ചപ്പോൾ ആൾക്കാർ മുഴുവൻ വീട്ടിലേക്ക് വന്നപ്പോൾ മൂക്കന്റെ അമ്മ പറഞ്ഞു, ഇനി നിന്നെ ഇങ്ങനെ ശരിയാവില്ല, ഇവിടെ വലിയ ശല്യമാണ് ആൾക്കാരെ കൊണ്ടെന്ന് പറഞ്ഞ് മുറിയിലിട്ട് പൂട്ടി, വീടിനകത്ത് പൂട്ടി. അപ്പൊ പൂട്ടിയ സമയത്ത് മൂക്കനെ കാണാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്. ഈ വരുന്ന ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ തിരിച്ചു പോയി മൂക്കനെ കാണിക്കില്ല. കുറെ ആൾക്കാർ അമ്മയുടെ അടുത്ത് അമ്മയോട് പറഞ്ഞു, എന്തെങ്കിലും ചിലർ പൈസ തരാം, ഒന്ന് കണ്ടാൽ മതി, ഇതിലൊന്ന് തൊട്ടാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെ ചിലർ പൈസ കൊടുക്കാൻ തുടങ്ങി വരുന്ന ആളുകൾ. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആരെങ്കിലും ഇതിന്റെ പണി പോയല്ലോ, ഇതിന്റെ പണി പോവുകയും ഭക്ഷണം കഴിക്കാനില്ലാതെ ദാരിദ്ര്യത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോ ഇങ്ങനെ പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വരുമാനം. അപ്പൊ പിന്നെ വരുന്നവരോടൊക്കെ പൈസ വാങ്ങിയിട്ട് ഈ മൂക്കന്റെ മൂക്ക് കണ്ടു. അങ്ങനെ ഇയാള് ലോക പ്രശസ്തനായി. എല്ലാവരും അതിനെതിരെയാണ് മൂക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെ പാർട്ടിക്കാരൊക്കെ വന്ന് സ്വന്തം പാർട്ടി ചേർക്കാൻ തുടങ്ങി. പ്രശസ്തനായ ഒരാളായതുകൊണ്ട് ഓരോ പാർട്ടിക്കാരും നാട്ടിൽ വന്നിട്ട് ചേർക്കാൻ തുടങ്ങി. പാർട്ടി
മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ. അങ്ങനെ ആ കഥ ആ ഒരു വലിയ ഭാവന ബഷീർ നീണ്ടു പോയിട്ട് അവസാനം രാഷ്ട്രപതി മൂക്കശ്രീ എന്ന് പറഞ്ഞൊരു അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കണം. കാരണം ബഷീറിനെ കുറിച്ച് പറയും, ബഷീറിന്റെ ഭാവന കൂടി ബഷീറിന്റെ ചിന്ത കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ബഷീറിന്റെ കഥാപാത്രങ്ങള് നമ്മൾ സാധാരണ അതുവരെ സാഹിത്യത്തിൽ കണ്ട കഥാപാത്രമൊന്നുമല്ല. നേരെ മറിച്ച് പോക്കലടിക്കാരനുണ്ട്. ആരാണ്? മണ്ടമുത്ത പോക്കലടിക്കാരനാണ്. മുച്ചിട്ടടിക്കാരനുണ്ട്. ഒറ്റക്കണ്ണം പോക്കലെന്നൊരു കള്ളന്മാരുണ്ട്. ആനവാരി രാമനായർ, പൊൻകുരിശ് തോമ, ഇവരൊക്കെ കള്ളന്മാരാണ്. ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളാണ്. നമ്മൾ സാധാരണ കാണുന്ന നായകന്മാരെ പോലുള്ള നായകന്മാരല്ല ബഷീറിന്റെ കഥയിലൊന്നുള്ളത് അല്ലെ. പൊൻകുരിശ് തോമയുടെ കഥ അറിയാമോ? എങ്ങനെയാണ് അയാൾ പൊൻകുരിശ് തോമ ആയത്? ആ കഥ അറിയാവുന്നത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് അറിയാം. പൊൻകുരിശ് തോമ അവരോട് സ്പെഷ്യൽ പേരിട്ടാണ്. അയാളുടെ പേര് തോമ എന്നാണ്, പക്ഷേ പൊൻകുരിശ് തോമയാവുന്നത് ബഷീർ പറയുന്നുണ്ട്. അതായത് ഈ ബഷീർ കള്ളനെയാണ് കഥാപാത്രമാക്കിയിരിക്കുന്നത്. കള്ളനാണ് ആര്? പൊൻകുരിശ് തോമ. ഈ കള്ളനെ എന്തുകൊണ്ട് കഥാപാത്രമാക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരവുള്ളത് എല്ലാ കള്ളന്മാരും എല്ലാ സമയവും കള്ളന്മാരല്ല. ആണോ? കള്ളന്മാർ ചിലപ്പോൾ അച്ഛനാവും, ചിലപ്പോൾ ഭർത്താവാകും, ചില സമയത്ത് മകനാകും, അമ്മയുടെ മകനാകും, ചില സമയത്ത് കള്ളന്മാർക്ക് നന്മ ഉണ്ടാകും. ഇത് പറയാൻ വേണ്ടിയാണ് ബഷീർ ഇങ്ങനെ ഒരു പൊൻകുരിശ് തോമ എന്ന കഥാപാത്രത്തെ കൊണ്ടുവരുന്നത്. ഈ പൊൻകുരിശ് തോമ പള്ളി പെരുന്നാൾ കാണുമ്പോൾ അതില് കുരിശ് എഴുന്നള്ളിക്കും. പള്ളി പെരുന്നാളിന്റെ ജാഥ പോകുന്നുണ്ട്. ആ ജാഥയിൽ കുരിശുകൾ എടുത്തിട്ട് എഴുന്നള്ളിക്കും. അത് കാണുമ്പോൾ പൊൻകുരിശാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഈ തോമയ്ക്ക് തോന്നും, ഈ കുരിശ് എനിക്ക് വേണം. അത് എന്തിനാ തോന്നിയെന്നുള്ളത് പിന്നീടാണ് തോമ പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അപ്പോ ഈ കുരിശ് എങ്ങനെയെങ്കിലും കൈക്കലാക്കാന്ന് വിചാരിച്ചിട്ട് തോമ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. രാത്രി പള്ളിയുടെ ചുറ്റും അതുപോലെ തെരുവുകളൊക്കെ നടക്കും. ഇങ്ങനെ ഒരു ദിവസം രാത്രി റോഡിൽ അറിഞ്ഞു നടക്കുന്ന തോമയെ കണ്ടു പോലീസുകാർ. പുതിയൊരു പോലീസുകാരൻ. അയാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ തോമയെ കണ്ടുകൊണ്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് ലോകത്തിലിട്ടു. ലോകത്തിലിട്ടപ്പോൾ അവിടെ അന്ന് രാത്രി വേറൊരു പോലീസുകാരൻ കാവലിന് പോകും. ഒരു പ്രായമുള്ള പോലീസുകാരൻ. ഇയാളാണെങ്കിൽ ലോകത്തിനകത്ത് തോമയെ അടച്ചിട്ടുണ്ട്, നേരത്തെ പോയ പോലീസ്. അപ്പൊ ഇവര് തമ്മിൽ പരിചയമുണ്ട്. കാരണം കള്ളനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരാറുണ്ട്. ഇതിപ്പോ കട്ടിട്ട് കൊണ്ടൊന്നുമല്ല, വെറുതെ സംശയം തോന്നി പിടിച്ചോണ്ടോ. അത് ഞാൻ പോലീസുകാരോട് ഇങ്ങനെ രാത്രി കാര്യങ്ങൾ അവരിൽ സംസാരിച്ചിരുന്നപ്പോ പോലീസുകാരൻ അയാളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവില്ലേ, സങ്കടം ഉണ്ടാവും. പോലീസുകാർ പറഞ്ഞു, എനിക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്, ഇതുകൊണ്ടൊന്നും ജീവിതം കഴിഞ്ഞു പോലും. എനിക്ക് 7 പെണ്ണൊക്കെയുണ്ട്, ഈ 7 പേരെയും കെട്ടിച്ചയക്കണം, ഞാനിത് ചെയ്യും. പിന്നെ വീട്ടിൽ അമ്മച്ചിക്ക് സുഖമില്ല, അമ്മച്ചിയെ ചികിത്സയ്ക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല, അങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ടപ്പോ ഈ കള്ളനായ തോമയ്ക്ക് വലിയ സാധാരണ സങ്കടം തോന്നും. എങ്ങനെയെങ്കിലും ഇയാളെ സഹായിക്കണം എന്നൊരാഗ്രഹം. അപ്പൊ തോമ പറഞ്ഞു, സാറൊരു കാര്യം ചെയ്യും, എന്നെ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് തുറന്നു, ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരാം. നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള പരിഹാരം ഞാൻ തരാം, നിങ്ങൾക്ക് വേണ്ട സമ്പത്തൊക്കെ ഞാൻ കൊണ്ടുതരാമല്ലോ. അപ്പൊ ഈ പോലീസുകാരുടെ പേടി എങ്ങനെയാണ് തുറന്നുവിടുക? അത് വന്നില്ലെങ്കിലും ഇയാളുടെ പണി പോകില്ലേ, പോലീസുകാരുടെ പണി പോകില്ലേ. അപ്പൊ അതുകൊണ്ട് കുറെ നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, എന്തായാലും തിരിച്ചു വരും എന്നൊക്കെ തോമ പറഞ്ഞു. അങ്ങനെയാണ് തുറന്നു വിട്ട് പോലീസുകാരൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തോമ തിരിച്ചു വന്നു. അങ്ങനെ കുറേ നേരം 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നു. അങ്ങനെ പോലീസുകാരൻ ആകെ വിഷമമായി, ജോലി പോകുന്ന കേസല്ലേ. അങ്ങനെ നേരം എടുക്കണമായിരുന്നു. നേരം എടുക്കാറായപ്പോൾ മഴയത്ത് നനഞ്ഞ് തോമ കയറി വന്ന് പെട്ടെന്ന് ഒരു ചാക്കിനകത്ത് കെട്ടിപ്പോന്ന ഒരു പൊതി ഇയാൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സാറിന്റെ ലോക്കപ്പിട്ട് കൂട്ടിക്കോ, ഈ സാധനം കൊണ്ട് സാറ് പോയിട്ട് മക്കളെ കെട്ടിക്കോ, സാറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ. അങ്ങനെ പോലീസുകാരെ അയച്ചു നോക്കുമ്പോൾ അതിലുള്ളത് ഈ സ്വർണ്ണക്കുരിശാണ്, പള്ളിയുടെ സ്വർണ്ണക്കുരിശ്.
അങ്ങനെ പിറ്റേന്ന് നേരം എടുത്തു. നേരം ഈ പോലീസുകാരെ കുറിച്ചുകൊണ്ട് പോയി. നേരം എടുത്തപ്പോ നാട്ടിലാകെ പ്രശ്നമില്ല. പള്ളിയിലച്ഛനും മറ്റ് വികാരികളും സഭയിലെ ആൾക്കാരും ജനങ്ങളൊക്കെ പള്ളിയിലെ സ്വർണ്ണ കുരിശ് മോഷണം പോയി. ഇത് തിരയാൻ വേണ്ടിയിട്ട് ആരുടെ കട്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 4 വാർഡ് ഓടുന്നത്. ഈ സമയത്ത് അവിടുത്തെ ഇൻസ്പെക്ടർ അവിടെ നിലവിലുള്ള കള്ളന്മാരെ പിടിച്ചു. ഈ മണ്ടമുത്തപ്പ, ആനവാരി, ആമനായർ, ഒറ്റക്കണ്ണം പോകൽ, ഇങ്ങനത്തെ ആളുകളുണ്ടല്ലോ, ഇവരെയൊക്കെ പിടിച്ചു. ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകും. സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ആരാണ് കട്ടത് വേഗം പറയുന്നു. ഇല്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കുന്നുണ്ട്. എന്താ ശിക്ഷ കൊടുക്കാൻ പറയുക? കട്ടത് പറഞ്ഞില്ലെങ്കിൽ ഒരു മരത്തിന്റെ ബെഞ്ചിൽ, നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന ബെഞ്ചിൽ, അതുപോലത്തെ ബെഞ്ചിൽ ഇങ്ങനെ സ്റ്റേഷനിൽ ഇട്ടിട്ട് 4 പേരെ നിരത്തിയിട്ട് നാവ് നീട്ടി വെക്കണം. നാവ് നീട്ടിയിട്ട് ഒരു ചുറ്റിക കാണി എടുത്തിട്ട് പോലീസ് ഇൻസ്പെക്ടർ ഈ നാവ് കാണിക്കാൻ പോകും. പറഞ്ഞില്ലെങ്കിൽ ആരെ കണ്ടതെന്ന് വേഗം പറയണമെങ്കിൽ 4 പേരുടെ നാവിലും ആണിടിക്കും. അങ്ങനെ നാവ് നീട്ടി പിടിച്ചു. ഇൻസ്പെക്ടർ ആണെടുത്ത് ചുറ്റിക പിടിച്ചു. അപ്പൊ ഈ സമയത്ത് ഇതൊക്കെ ആർക്കറിയാം? ടോമയ്ക്ക് അറിയാം ആരെ കണ്ടതെന്നറിയാം. ടോമ ഇതിനുള്ളിലാണ്. അങ്ങനെ ടോമയുടെ സുഹൃത്തുക്കളാണ് ഈ 4 പേര്. അപ്പൊ സുഹൃത്തുക്കളെ ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നത് ടോമയ്ക്ക് സഹിക്കില്ല. അപ്പൊ ടോമ പറഞ്ഞു, സാറേ അവരൊന്നും ചെയ്യരുത്, ഞാൻ എല്ലാ സത്യവും പറയാമോ. അപ്പൊ ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ല. കാരണം കുരിശു പോയത് രാത്രിയാണ്. അപ്പൊ ടോമ ലോകത്തിലാണ്. പിന്നെ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? ടോമ പറഞ്ഞു, ഞാൻ എല്ലാ സത്യം പറയും, ഞാനാണ് സാറെ എടുത്തത്. അതിന് ടോമ ഇൻസ്പെക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ പോലീസുകാരെ സഹായിക്കണമെന്ന്. അങ്ങനെ ആ പോലീസുകാരനോട് ജോലിയിൽ തിരിഞ്ഞു പോകാൻ വേണ്ടി ഇൻസ്പെക്ടർ പറഞ്ഞു. ഇയാളെ സഹായിച്ച പോലീസുകാരനോട് അങ്ങനെ അയാളെ സസ്പെൻഡ് ചെയ്തു. ടോമയെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് പോലീസുകാർ ചോദിച്ചു, അല്ല ടോമ, നീ ഇത് എന്തിനാ ചെയ്തത്? നിനക്കതായാലും കുരിശ് വേണ്ട, നീ ഇത് ഇയാൾക്ക് വേണ്ടിയിട്ട് എന്തിനാ ചെയ്തത് ചോദിച്ചപ്പോ ടോമ ചോദിക്കുന്നത് അറിയോ? യേശു ക്രിസ്തുവിന്റെ മരക്കുരിശിലല്ലേ സാറേ അല്ലേ താമസത്? മരക്കുരിശല്ലേ യേശു ക്രിസ്തുവിനുള്ളൂ. എന്തിനാ പിന്നെ ഈശോയ്ക്ക് പൊൻകുരിശ് ചോദ്യം? എന്തിനാണ് പൊൻകുരിശ്? ആ പൊൻകുരിശോട് എന്തെങ്കിലും കാര്യം നടക്കട്ടെ എന്നാണ് ടോമ വിചാരിക്കുന്നത്. അങ്ങനെ ടോമ കാരണം ജോലി പോയ ഈ പോലീസ് ഇൻസ്പെക്ടർ അയാളുടെ കാര്യം ടോമ പറഞ്ഞു. അയാളുടെ ഗതികേട് കൊണ്ടാണ് ഞാൻ അയാൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തത് എന്ന് പറയുകയും പറഞ്ഞു. സഭയോട് പറഞ്ഞു, നിങ്ങൾ അയാളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ടോമയ്ക്ക് ഒരു വീരപരിവേഷമാണ്. കാരണം ഇങ്ങനെ ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ. കള്ളനാണെങ്കിലും കട്ടിട്ടാണെങ്കിലും ചെയ്തല്ലോ. അങ്ങനെ ഈ സ്വർണ്ണപുരുഷനെ എടുത്ത് തിരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സഭ ഒരു കാര്യം ചെയ്തു, ഇവരുടെ ഈ പോലീസുകാരന് 5 മക്കളെ കെട്ടിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അയാളുടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്തു. ഇതൊക്കെ ആര് കാരണമാണ്? ഈ ടോമ കാരണമാണ്. അപ്പൊ ബഷീർ ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ, കള്ളന്മാരെ, പോക്കറ്റ് അടിക്കാരെ. കാരണം നമ്മളിവരെയൊക്കെ സാധാരണ ചെയ്യാം. ഒരു പോക്കറ്റുകാരനെങ്കിൽ അവനെ പോലീസ് പിടിച്ചുകൊണ്ടോ അവന്റെ ജീവിതമോ അല്ലെങ്കിൽ അവന്റെ നന്മയെന്ന് നമ്മൾ നോക്കില്ല. ഏതോ ഒരു നിമിഷത്തിലാണ് കള്ളനായി പോയിട്ടുണ്ടാവും, ഇല്ലേ? ഈ പൊൻകുരിശ് ടോമ കള്ളനായുള്ള ഒരു കാരണം അറിയോ? അയാൾ പറയുന്നത് ലോകത്തുള്ള സ്വത്തൊക്കെ പൊതുവാണ്, ആരും സ്വന്തമാക്കി വെക്കണം, സ്വകാര്യ സ്വത്തൊന്നുമില്ല, എല്ലാ സ്വത്തും എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ 5 മാസം എടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കും. ഇതാണ് അവരുടെ ഫിലോസഫി, അവരുടെ തത്വചിന്ത അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന ഒരാൾ. അപ്പൊ ഇത് പറയാനാണ് ബഷീർ ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയും കൊണ്ടുവരുന്നത്. വേറൊരു കഥയുണ്ട്, ഒരു മനുഷ്യൻ. കേട്ടോ ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന കഥ വായിച്ചത് കേൾക്കും? ഇല്ല, കുറവാണ്. ബഷീർ പല ദേശങ്ങളിൽ അലിഞ്ഞു നടന്നു, നിങ്ങൾക്കറിയാലോ അല്ലേ? 5ാം ക്ലാസ് പഠിക്കുമ്പോ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഗാന്ധിജിയെ കാണാൻ പോയി. പിന്നീട് അവിടെ നിന്ന് വീട് വിട്ടുപോയി, കോഴിക്കോടേക്ക് വന്നു, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, ജയിലിൽ പോയി. ഇങ്ങനെ ഇറങ്ങിപ്പോയി, വീട്ടിൽ നിന്ന് വിട്ട് പോകുന്ന നാട്ടിൽ നിന്ന് ദൂരെ പോയി. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇന്ത്യ മുഴുവൻ കറങ്ങി, വിദേശങ്ങൾ, ആഫ്രിക്കയിലൊക്കെ പോയി. ഇങ്ങനെയൊക്കെ കഥ ബഷീറുണ്ട്. അങ്ങനെ ഒരിക്കല് ബഷീർ അലഞ്ഞു നടക്കുമ്പോൾ ഓരോ ജോലി ചെയ്യും, പലതരത്തിലുള്ള ജോലികൾ അദ്ദേഹം ചെയ്യും. കുറെ കാലം മേജിക്കാരൻ്റെ അസിസ്റ്റന്റായിരുന്നു, നാട്ടുവൈദ്യന്റെ അസിസ്റ്റന്റായിരുന്നു, സൂഫികളുടെ കൂടെ കുറെ
ഹിന്ദു സന്യാസികളുടെ കൂടെ ശിഷ്യനായിട്ട് പോയി. കപ്പലില് ജിദ്ദയിലേക്ക് പോകുന്ന ഹജ്ജ് കപ്പലില് വെപ്പുകാരനായിട്ട് കൂടി. ഇങ്ങനെ പല പണികളും നമ്മളൊന്നും ചെയ്യാത്ത, നമ്മളൊന്നും അറിയാത്ത തരത്തിലുള്ള പണികളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു സമയത്താണ് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണം കഴിക്കാൻ കയറുന്നത് ഏകദേശം 4 മണി സമയത്താണ്. അന്ന് കയ്യിൽ പൈസ ഇല്ലാത്ത കാലമാണ്. ഇദ്ദേഹത്തിന് ജോലി എന്ന് പറയുന്നത് പുറത്തുള്ള തൊഴിലാളികൾ നാട്ടിലേക്ക് കത്തെഴുതും. ആ കത്ത് എഴുതുമ്പോൾ ആ കത്തിന്റെ അഡ്രസ് എഴുതി കൊടുക്കലാണ് പണി. നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് മലയാളം പഠിക്കാത്ത ആളുകളാണ് പഴയ കാലത്തുണ്ടാവുക കൂടുതൽ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് വീട്ടിലേക്ക് ഒന്നുകിൽ കത്ത് എഴുതി കൊടുക്കും, അല്ലെങ്കിൽ അഡ്രസ് എഴുതി കൊടുക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ പണി. ഇങ്ങനെ പണി ചെയ്തുണ്ടാക്കുന്ന ചെറിയ തുക കൊണ്ട് ഒരു ദിവസം ഒരു നേരമേ ഭക്ഷണം കഴിക്കുള്ളൂ. രാവിലെ കഴിക്കില്ല, രാത്രി കഴിക്കില്ല, ഉച്ചയ്ക്ക് കഴിക്കില്ല. പകരം 3-4 മണി സമയത്ത് കഴിക്കും. ഒറ്റ നേരത്തെ ഭക്ഷണം കൊണ്ടാണ് ആ ദിവസം പൂർണ്ണമാകുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് ആകെ ഉണ്ടായിരുന്ന തുച്ഛമായ പൈസ പേഴ്സിലുണ്ട്. പേഴ്സ് എടുക്കാൻ നോക്കിയപ്പോ പേഴ്സ് കാണുന്നില്ല. എന്ത് ചെയ്യും? നമ്മുടെ നാടല്ല, വേറെ നാടാണ്. ഹോട്ടൽ മുതലാളി ചൂടായി. ഞങ്ങൾ പറ്റിക്കാൻ വന്നല്ലേ ചോദിച്ചു. പിടിച്ച് മുമ്പിൽ നിർത്തി. അതിൽ പറഞ്ഞു ഷർട്ട് അഴിക്കാൻ പറഞ്ഞു, പാൻസ് അഴിക്കാൻ പറഞ്ഞു. നിന്നെ ഇവിടെ ആളുകളുടെ മുമ്പിൽ വസ്ത്രങ്ങൾ അഴിച്ച് നാളെ എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നാളെ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ട്രൗസർ അഴിക്കാൻ പോയപ്പോഴേക്ക് ഒരു മനുഷ്യൻ പുറത്തുനിന്ന് വന്നിട്ട് പറഞ്ഞു, ഇയാൾ എത്ര രൂപ തരാനുണ്ട്, എത്ര ബില്ല് ചോദിച്ചു. അപ്പൊ ബില്ല് ഹോട്ടലുകാരൻ പറഞ്ഞു 30 ഇയാൾ കൊടുത്തു. ഇയാൾ കൊടുത്ത ബഷീർ ഈ നമ്മുടെ കഥാനായകൻ, അത് ബഷീർ എന്നുള്ളത് ഞാൻ നല്ല രീതിയിലാണ് എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് ദൈവം അല്ലേ? കഷ്ടപ്പെടുന്ന സമയത്ത് ആരും സഹായിക്കാനോ സഹായത്തിനായി വന്ന ദൈവത്തിന്റെ രൂപത്തിൽ വന്നല്ലോ. ദൈവമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് അയച്ചതാണ് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം പൈസ കൊടുത്ത് ഹോട്ടലിൽ ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് ഇയാളോട് മുന്നോട്ട് നടന്നു പോവാണ്. ഈ പൈസ കൊടുത്ത ആൾ. അപ്പൊ അയാൾ ബഷീറിനെ വിളിച്ചു, കൂടെ വരാൻ പറഞ്ഞു. പിന്നെ കുറെ ദൂരം നടന്നു പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോ, ഒരു പാലത്തിന്റെ ആളൊഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് കുറെ പേഴ്സ് എടുത്തിട്ട് നീട്ടിട്ട് ബഷീറിനോട് ചോദിച്ചു, ഇതിലേതാണ് താങ്കളുടെ പേഴ്സ് എന്ന് ചോദിച്ചു. അപ്പൊ ബഷീറിന്റെ പേഴ്സ് എടുത്തു. ബഷീറിന്റെ പേഴ്സ് എടുത്ത് തന്നെ ഉറപ്പുവരുത്തിയിട്ട് പോക്കറ്റിലിട്ടു. അതാണ് ഒരു മനുഷ്യനെന്ന കഥ. ഈ കഥയിൽ എന്താണ് മനസ്സിലാവുന്നത്? പോക്കറ്റ് അടിക്കാരനായ ഒരു മനുഷ്യനാണ് ബഷീറിന്റെ പോക്കറ്റ് അടിച്ച അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ബഷീറിനെ രക്ഷപ്പെടുത്തുന്നത് അല്ലേ? അപ്പൊ അയാൾക്ക് ചെറിയൊരു നന്മയുണ്ട്. പോക്കറ്റ് അടിക്കാരനാണെങ്കിൽ ഒരാളിങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ മാനം കെടേണ്ട എന്ന് അയാൾ വിചാരിക്കുകയും അയാൾ സഹായം ചെയ്യുകയും ചെയ്തു. ഈ കഥയില് ബഷീർ അനുഭവം പറയുന്നത് ഇവിടെ ഈ ബഷീറാണോ പോക്കറ്റ് അടിക്കാരൻ നമുക്കറിയില്ല. ബഷീർ എഴുതിയത് തന്നെയാണ്. അക്കാലത്ത് നേരെ തിരിഞ്ഞ് അതിന്റെ യഥാർത്ഥ ജീവിതം വന്നാലും നമുക്ക് അതിന് സംശയം ഉണ്ടാവില്ല. കാരണം അതുപോലെയൊക്കെ ജീവിച്ച ആളാണ് ബഷീർ. ഇങ്ങനെ സ്വന്തം അനുഭവത്തിലാണ് ഓരോ കഥയും ബഷീർ ഉണ്ടാക്കുന്നത്. നമുക്കൊക്കെ അനുഭവമില്ലേ? ഓരോരുത്തരുടെ അനുഭവമില്ലേ? പക്ഷെ ബഷീറിനെ പോലെ വളരെ വിപുലമായ അനുഭവമില്ല. ഒരുപാട് അനുഭവം നമുക്കില്ല. അനുഭവങ്ങളുണ്ട്. നമുക്ക് രാവിലെ സ്കൂളിലേക്ക് വരുന്നു, വൈകുന്നേരം സ്കൂളിലേക്ക് പോകുന്നു, എവിടെയെങ്കിലൊക്കെ ഞായറാഴ്ചകളിലൊക്കെ ടൂർ പോയിട്ട് തിരിച്ചു വരുന്നു അല്ലേ? ഇങ്ങനത്തെ ചെറിയ ചെറിയ അനുഭവമുള്ളൂ. പക്ഷെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പോലുള്ള അനുഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവിതത്തിൽ ഒരുപാട് ജോലികൾ ചെയ്ത് ഒരുപാട് വേഷങ്ങൾ കെട്ടി തിരിച്ചു വന്നതാണ്. അങ്ങനെ സ്വസ്ഥമായിട്ട് ബഷീർ കോഴിക്കോട് താമസിക്കുന്ന സമയത്ത് ഒരു പഴയ കപ്പിത്താൻ ബഷീറിനെ തെരഞ്ഞെടുത്തു. സാധനമുണ്ട്, കപ്പലിൽ ജോലികളാണ്. അയാൾ ബഷീറിനെ തെരഞ്ഞു വന്നു. ഇങ്ങനെ ഒരു ബഷീർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും. അയാൾ എഴുത്തുകാരനൊന്നും അയാൾക്ക് അറിയില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ബഷീർ ഉണ്ട്, ബഷീർ എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബഷീറിനെ പോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു
അദ്ദേഹം തന്നെയാണ് അദ്ദേഹം. കാരണം ആ കപ്പലിൽ ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ എഴുത്തുകാരനാവുന്നതിന് മുമ്പ് ഇത് MT വാസുദേവൻ നായർ എടുത്ത് എഴുതിയ സാർ. അങ്ങനെയാണ് ഞാനിത് വായിക്കുന്നത് ഈ കഥ. അതുപോലെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ ഒരു ലേഖനമുണ്ടല്ലോ ബഷീറിലെ. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണല്ലോ. അത് ഭൂമിയുടെ അവകാശികൾ മാത്രമല്ല ബഷീർ പറയുന്നത്. അതെല്ലാവരും വായിച്ചിട്ടില്ലേ ഭൂമിയുടെ അവകാശികൾ? അറിയാലോ, വായിച്ചത് കേൾക്കുമ്പോൾ ഭൂമിയുടെ അവകാശികൾ കുറെ പേരുണ്ട്. അതിലാണ് ബഷീർ പറഞ്ഞത്, ഞാൻ എൻ്റെ ഈ 2 ഏക്കർ പുരയിടത്തില് ഇങ്ങനെ ചെറിയൊരു സുൽത്താനായിട്ട് വാഴുമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ പിന്നീട് ഈ ബേപ്പൂർ സുൽത്താൻ എന്ന രീതിയിലേക്ക് നമ്മൾ അദ്ദേഹത്തെ പറയാൻ പറഞ്ഞു. അദ്ദേഹം എഴുതിയതാണ് ഞാൻ സുൽത്താനെ പോലെ വാഴുമെന്ന് പറഞ്ഞ് നമ്മളത് ബേപ്പൂർ സുൽത്താൻ എന്ന രീതിയിലാണ്. ഇത് ശരിക്കും സുൽത്താൻ അല്ലല്ലോ, പക്ഷേണോ അല്ല, നമ്മളൊരു എഴുത്തിന്റെ സുൽത്താനായിട്ട് നമ്മൾ കാണുന്നു. ഇതിനെപ്പറ്റി രസകരമായ ഒരു കഥ MT എഴുതിയിട്ടുണ്ട്. MT വാസുദേവൻ നായർ ബഷീറിന്റെ 3 കൃതികൾ ഇംഗ്ലീഷ് ഭാഷയിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതായത് ബാല്യകാല സഖി, ഉണ്ടായിരുന്നു, പാത്രമേടാണ്, ഈ 3 പുസ്തകങ്ങൾ. അത് ആര്യ ആശം എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷുകാരനാണ് അത് തർജ്ജമ ചെയ്തത്. അപ്പൊ ഇതിന്റെ നിരൂപണം, ഈ പുസ്തകത്തെ കുറിച്ച് പാകിസ്ഥാനിലെ ഒരു പത്രം നിരൂപണം എഴുതിയപ്പോൾ ബഷീർ യഥാർത്ഥത്തിൽ ബേപ്പൂർ എന്ന രാജ്യത്തെ സുൽത്താനാണെന്ന് പറഞ്ഞ എഴുതി. ഇത് MT വാസുദേവൻ നായരുടെ എഴുതിയത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതിഹാസമായിട്ട് ലെജൻഡായിട്ട് ബഷീർ മാറിക്കൊണ്ടിരിക്കണം ഓരോ വർഷം കഴിയുമ്പോൾ. ബഷീറിന്റെ കൃതി വായിച്ചില്ലെങ്കിൽ ബഷീറിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല, അല്ലേ? ഈ വെളിച്ചത്തിനത് വെളിച്ചം കേട്ടില്ല, കേട്ടില്ല? ഈ വെളിച്ചത്തിനത് വെളിച്ചം കേൾക്കാത്തത് കുറെ പേരുണ്ട്. പറഞ്ഞു കാണാമെന്നപ്പോ ചെറിയൊരു മുറിയാണ്. ജനല് തുറക്കാൻ പറഞ്ഞു, കുറച്ച് കാറ്റ് പിടിച്ചൊക്കെ കേട്ടത്. ജനല് തുറന്നപ്പോ പ്രകാശം വന്നു. ആ പ്രകാശം നോക്കിയിട്ട് പറയുന്നതാണ് ഈ വെളിച്ചത്തിനെന്ത് വെളിച്ചം. അതിന് തൊട്ട് നമുക്ക് അസുഖമാണല്ലോ. മുമ്പ് കാലത്ത് മുസ്ലിം സമുദായത്തിൽ അസുഖം വന്നാൽ മരുന്നൊന്നും കൊടുക്കില്ല. ഏതെങ്കിലും മന്ത്രവാദികളെ മൊഴിയന്മാരെ വെച്ചിട്ട് ഇത് ജിന്നു കൊടുക്കാണ്, ചെയ്താൻ കൊടുക്കുന്നുണ്ട്, ചൂരലുകൊണ്ട് അടിക്കുകയും അങ്ങനെ പല പ്രയോഗങ്ങളൊക്കെ ചെയ്യും. അതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്, അത്ര അന്ധവിശ്വാസങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ അയൽവാസിയായിട്ടുള്ള ഈ നിസാറെന്ന ആളുടെ വീട്ടിൽ നിന്ന് അയാൾ ഉപ്പനോട് ഇവരെ കാണാൻ വരുന്നു. അപ്പൊ അവർ പറയാണ് കുറച്ച് വെളിച്ചം, കാറ്റ് വെളിച്ചോടെ വരട്ടെ. അങ്ങനെ ഒരു സമൂഹത്തിന് കാറ്റ് വെളിച്ചവും അവിടെ ഇരുട് മൊത്തം മാറ്റിക്കളയാൻ വേണ്ടി പ്രദാനം ചെയ്യുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് ബഷീർ. നിങ്ങളത് എൻ്റെ പറഞ്ഞാൽ അത് വായിക്കണം. അത് വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരം കാര്യങ്ങൾ. അന്ധവിശ്വാസം പാടില്ല, വിദ്യാഭ്യാസം വേണം, മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണം, ജീവികളോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഒരിക്കലേ ഒരു താമരക്കുളത്തില് കുഞ്ഞുമാത്മ കുളിക്കാൻ പോകും. അങ്ങനെ കുളിക്കാൻ പോയി കുളിച്ചോണ്ടിരിക്കുമ്പോൾ അവള് അട്ട കടിച്ചു. അവളുടെ തുടയില് അട്ട കടിച്ചു. അട്ട ഞാൻ കടിച്ച് കീർത്ത് നിൽക്കുക. അത് കണ്ടു. സാധാരണ അട്ട കടിച്ച് നമ്മളതിനെ കൊന്നു കളയും. പക്ഷേ കുഞ്ഞുമാത്മ വിചാരിക്കുന്നത് അറിയോ, ഇതിന് അച്ഛനും അമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ ആണായിരിക്കും പെണ്ണായിരിക്കും. ഇനി അച്ഛനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനെ കുട്ടികളുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കും ഈ അട്ടയെ കുറിച്ച്. അതുകൊണ്ട് അതിനെ കൊല്ലാൻ പറഞ്ഞു. അത് പാവമാണ് എന്ന് പറഞ്ഞ് ആ അട്ടയെ കൊല്ലാതെ ആ കുളത്തിലേക്ക് തിരിച്ചുവിടും. ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ പോലെ ഒരു അവകാശിയുടെ അട്ട എന്നാണ്. അതിന് നമുക്ക് കൊല്ലാനുള്ള അവകാശമില്ല, പകരം തിരിച്ചതിനെ തിരിച്ചുവിടുന്നു. അങ്ങനെ അത് കുളത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ സംഭവിച്ചറിയും. ഒരു വലാല മത്സ്യം പൊങ്ങി വന്ന് അതിന് എഴുതിക്കൊണ്ട് അത് കുഞ്ഞുങ്ങളുമായി നടക്കുന്ന വലാല മത്സ്യം. അപ്പൊ കുഞ്ഞുമാത്മയ്ക്ക് വിഷമമായി. എന്നാലും വലാല രീതി ചെയ്യാൻ പാടുന്നത് ആ മീനിനോട്
ചോദിക്കും. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ നന്മ എടുത്തു കാണിക്കുന്ന ഒരു എഴുത്തുകാരാണ് ബഷീർ. ഓരോ സമയത്തും ഇങ്ങനെ അതേ കഥയിൽ വേറൊരു സംഗതിയുണ്ട്. ഒരിക്കലും അവള് 2 കുരുവികളെ കൊത്തുകൂടുന്നത് എന്തിനാണ് അടി ഉണ്ടാക്കുന്നത് ചോദിച്ചു കുരുവികളോട്. പക്ഷെ കുരുവികളൊന്നും കേൾക്കുന്നില്ലല്ലോ. അവര് കൊത്തുകൂടി ഇങ്ങനെ പറക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ അവള് വെള്ളം വരാൻ വേണ്ടി പോയതാണ്. വെള്ളം കൊല്ലിട്ട് അരക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ കയ്യിൽ അതൊക്കെ മാറ്റി വെച്ച് അതിന് പിന്നാലെ ഓടി. എന്നിട്ട് കൊത്തല്ലേ അടി ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ കൂടെ പോയി. അതിന് കുറേ ദൂരം പോയപ്പോൾ അത് തോട്ടിലേക്ക് പോയി. കൊത്തുകൂടിയിട്ട് അതിനെ ആകെ പ്രശ്നമായിട്ട് അതില് ഒരു കുരുവി ആവശ്യമായിട്ട് നിലത്ത് വിടും, തോട്ടിലേക്ക് വിടും. അപ്പൊ കുഞ്ഞുവാത്തമ്മ അതിനെടുക്കാൻ വേണ്ടിയിട്ട് തോട്ടുഭാഗത്ത് മെല്ലെ പാളം ചെടികളിലൂടെ അവിടെ ചവിട്ടിയിട്ട് താഴെ ഇറങ്ങാൻ പോയത്. താഴെ ഇറങ്ങുമ്പോഴേക്ക് അവിടെ ഇങ്ങനെ ഊരി താഴെ വീഴും. വീണ സമയത്ത് കൈയൊക്കെ മുഴുവൻ. അങ്ങനെ മുറിഞ്ഞതൊന്നും അവള് അന്നേരം ഓർത്തില്ല. അവൾക്ക് ആ കിളിയെ രക്ഷിക്കണം. അങ്ങനെ അവൾ വിചാരിച്ചത് മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാൽ അതിലിങ്ങനെ ചെറിയ കിളിയാണ് അതിന് കയ്യിലെടുത്തു. അതിന് കയ്യിലെടുത്ത് നോക്കുമ്പോൾ അതിന് വെള്ളം കൊടുക്കാൻ വിചാരിച്ചു. പക്ഷെ അവൾ കൈയൊക്കെ നേർന്നു. പെട്ടെന്ന് അവൾ ചെയ്തതറിയാം, അവളുടെ ചോര അതിന്റെ വായിൽ ഒരു തുള്ളി ചോര ഇടിച്ചു കൊടുത്തു. അങ്ങനെ ഇടിച്ചു കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിന്റെ ജീവൻ വെച്ചു. അപ്പോഴേക്കും അവള് ആ തോട്ടുന്ന നിസാർ അഹമ്മദ് വന്നിട്ട് അവൾ കൈ പിടിച്ച് കയറ്റുന്നുണ്ട്, മുറിവൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അവള് ചെയ്ത പണി എന്താണ്? ഒരു കുരുവിക്ക് അത് മരണാസന്നയായ അവസ്ഥയിൽ അതിന് സ്വന്തം രക്തിപ്പിച്ചുകൊണ്ട് അതിന്റെ ജീവൻ രക്ഷിച്ചു. അപ്പൊ ഇതൊരു ചെറിയ കുട്ടിയുടെ കാര്യമാണ്. ഒരു 14 വയസ്സിന് പ്രായമുള്ള ഒരു കുട്ടി ചെയ്ത കാര്യമാണ്. അപ്പൊ ഇതുപോലെ കുറെ നന്മകൾ ബഷീറിന്റെ എല്ലാ കൃതികളിലും, അത് കള്ളന്മാരുടെ കഥാപാത്രങ്ങളുടെ കൃതിയായിക്കോട്ടെ, അല്ലെങ്കിൽ പോക്കരടിക്കാരനാവട്ടെ, ഇതുപോലുള്ള അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യരാവട്ടെ, ആരാണ് കഥാപാത്രം, എല്ലാ കഥാപാത്രങ്ങളും എവിടെയെങ്കിലും ഒരു നന്മ ഉണ്ടാവും. അപ്പൊ ഈ നന്മയെ കുറിച്ചിട്ട് ബഷീർ പറയുമ്പോൾ നമുക്ക് ബഷീറിനെ കൂടുതൽ ഇഷ്ടമുണ്ടാവും, നമ്മൾ അവരെ ഇഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ലൈബ്രറി പോകുമെങ്കിൽ ബഷീറിന്റെ പുസ്തകങ്ങൾ തിരഞ്ഞു പിടിച്ച് വായിക്കണം. ചെറിയ പുസ്തകങ്ങളാണ്. മതിലുകൾ എന്നൊരു ചെറിയ നോവലുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ മതിലുകൾ? ബഷീറിന്റെ കുറെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കഥകൾ സിനിമയായിട്ടുണ്ട്. അതിലൊന്ന് മതിലുകളാണ്. ആ മതിലുകള് ബഷീറിന്റെ ജയിലിൽ കിടന്ന അനുഭവമാണ്. പുരുഷന്മാരുടെ ജയില്, സ്ത്രീകളില്ലാത്ത ജയില്, താമസിക്കുമ്പോ തൊട്ടപ്പുറത്ത് സ്ത്രീകളുടെ ജയിലുണ്ട്. ആ ജയിലിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഒച്ച കേൾക്കും. അങ്ങനെ അവർ തമ്മിലുള്ള ആ സംസാരത്തിനുള്ളൊരു ബന്ധമാണ് ആ നോവൽ പറയുന്നത്. വായിച്ചോളൂ, കഥ പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നു. സിനിമ കാണുന്നതിനേക്കാൾ നല്ലത് വായിക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാവനയിലെ ഓരോ കഥാപാത്രങ്ങളുണ്ടാവും. സിനിമ കാണുമ്പോൾ അതിലുള്ള മമ്മൂട്ടി മാത്രമേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അപ്പൊ വായിക്കുകയാണെങ്കിൽ ഓരോ ആൾക്കും ഓരോ തരത്തിലായിരിക്കും കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആദ്യം വായിക്കുക, എന്നിട്ട് അത് സിനിമയായിട്ടുണ്ടെങ്കിൽ സിനിമ കാണാൻ ശ്രമിക്കും. ഒരു പ്രയാണ സിനിമയുണ്ട് ബഷീർ, ഏതാ? ഭാർഗവി നിലയം എന്നാണ് അതിന്റെ പേര്. അത് എഴുതിയത് ബഷീർ, അതായത് നീലം വെച്ച് വന്ന കഥയായി എഴുതിയതാണ്. പിന്നീട് ഭാർഗവി നിലയം എന്ന സിനിമയായിട്ട് വരുന്നത്. ഒരു വാടക വീട്ടിൽ താമസിക്കാൻ പോകും. പഴയൊരു വീടാണ്. അപ്പൊ ആ വീട്ടില് പ്രേതബാധയുടെ കാര്യമൊന്നും ബഷീറിന് അറിയില്ല. അതേപോലെ താമസം കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർ പറയുന്നത് അവിടുത്തെ
അതിൻ്റെ പ്രേരം ഉണ്ടാവാറുണ്ട്. മിക്ക ദിവസങ്ങളിലും വീട്ടിൽ നിന്ന് ഒച്ചപ്പാട് കേൾക്കാം, പൈപ്പ് വെറുതെ തുറന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞു സ്ത്രീയല്ലേ പേടിക്കണമെന്നില്ല എന്നാണ് ബഷീറിനെ താമസിച്ചു. അങ്ങനെയുള്ള ഒരു കഥയാണ് ഭാർഗവി നീലയുടെ. അത് നീല വിളിച്ചതാണ് കഥയുടെ പേര്. സിനിമയാക്കിയപ്പോഴേ അങ്ങനെ വന്നു. ബഷീറിന്റെ തമാശകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് തമാശകളാണ് ബഷീറിൽ. ഒരിക്കലാണ് ബഷീറിനോട് കർഷകങ്ങളാണ് ഭാഗ്യവാന്മാരാണെന്ന് കേൾക്കാറുണ്ട്. താങ്കളുടെ ഭാഗ്യം തന്നെ കഷണ്ടിണ്ടല്ലോ ബഷീറിൽ ആ ചിത്രത്തിലുണ്ടല്ലേ കഷണ്ടി. അപ്പൊ കഷണ്ടി ഭാഗ്യത്തിന്റെ ലക്ഷണമെന്ന് സാധാരണ പറയാറുണ്ട്. ഇതൊരാൾ തുറന്നു ചോദിച്ചു. അപ്പൊ ബഷീർ പറഞ്ഞു നീ കഷണ്ടി പറഞ്ഞത് ശരിയാണ്, എന്നാൽ ഇതുവരെ അത്ര ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. ദാരിദ്ര്യം, പട്ടിണി തുടങ്ങിയ സംഗതികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ പറയാവുന്നതാണ് കഷണ്ടി നമുക്ക് ഭാഗ്യം ഉണ്ടാവും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുക, ആളുകളെ രസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃത ബഷീറുണ്ട്. അതുകൊണ്ട് തന്നെ ബഷീറിന്റെ അവസാന കാലത്തൊക്കെ ആളുകൾ കോഴിക്കോട് താമസിക്കുന്ന വീട്ടിൽ സ്ഥിരമായിട്ട് പോകും അഭിമുഖത്തിന് മറ്റേക്ക്. അതുപോലെ ആളുകൾ കത്തെഴുതി ചോദിക്കും, പല ചോദ്യങ്ങൾ. അതിനൊക്കെ ബഷീർ മറുപടി കൊടുക്കും. ആരെയും മുഷിപ്പിക്കില്ല. എന്നാൽ ചില സമയത്ത് എന്ത് ചെയ്യും, ചില സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരാറുണ്ട്. രണ്ട് കയ്യിൽ കത്തിയെടുത്തിട്ട് ആളുകൾ കുത്താൻ പറ്റും. യഥാർത്ഥത്തിൽ ബഷീറായൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന പാത്തുമ്മയുടെ ആടിന്, പാത്തുമ്മയുടെ ആട് ബഷീർ മാനസികമായിട്ട് അസുഖമുള്ള സമയത്ത് എഴുതിയൊരു പുസ്തകമാണ്. ബഷീർ അസുഖം ഉണ്ടായിരുന്നത് എം ടി എഴുതുന്നുണ്ട്. അദ്ദേഹം കോഴിക്കോട് എം ടിയുടെ വീട്ടിലേക്ക് ഒരു ഫോൺ വരുവാണ്. എം ടിക്ക് അങ്ങനെ ബഷീർ കത്തിയെടുത്ത ആൾക്കാരെ കുത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു കാലെടുത്ത സുഹൃത്തുക്കൾ വന്നിട്ടാണ് ബഷീറിനെ അന്വയിപ്പിച്ച് കത്തി താഴെയാണ് പറയുന്നത്. പക്ഷെ ബഷീർ കത്തി താഴെയിട്ടില്ല. ബഷീർ പറഞ്ഞ് വൈക്കത്ത് പോകണം. അങ്ങനെ ടാക്സി വിളിച്ച് വൈക്കത്ത് കൊണ്ടുപോയി. അങ്ങനെ വൈക്കത്ത് നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് ഷോക്ക് കൊടുത്തതിന് ശേഷമാണ് കത്തി താഴെ ഇടുന്നത്. ഇങ്ങനൊരു പ്രശ്നം ബഷീറിന് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊക്കെ പറയുന്നത്. ജീവിതത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ എഴുതിയ ആളുകൾ പറയുന്നത് ഇടയ്ക്കൊരു ഭ്രാന്ത്, നമ്മളെപ്പോലെ അല്ലാതെ നമുക്കിങ്ങനെ ഭ്രാന്തൊന്നുമില്ലല്ലോ, ഇടയ്ക്കൊരു ഭ്രാന്ത് ഇതേപോലെ. എന്താ തോന്നറിയോ, ആരെങ്കിലും എന്നെ പിടിക്കാൻ വരുന്നു, എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ളൊരു തോന്നൽ ബഷീറിന്. അത് അദ്ദേഹം തന്നെ എഴുതി വെക്കുന്നുണ്ട്. ഓർമ്മകളുടെ അറിവുകളൊക്കെ എഴുതി വെക്കുന്നു. ആ സമയത്ത് ആ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് എഴുതിയത് അതേപടി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഞാൻ പറഞ്ഞ പാത്തുമ്മയുടെ. പക്ഷെ വായിച്ചാൽ തോന്നുന്നു ബഷീറിന്റെ കാര്യം തന്നെ പറയുന്നറിയോ, ഞാൻ ഒരു മണിക്കൂറൊക്കെ എടുത്തു. ഒരു മണിക്കൂർ എഴുതിയിട്ട് ഭ്രാന്തന്മാരോട് സംസാരിക്കാൻ പോകും. ഒരുപാട് ഭ്രാന്തന്മാരുണ്ടാവുമല്ലോ ഭ്രാന്താശുപത്രിയിൽ, അവരോട് സംസാരിക്കാൻ പോകും. അതെനിക്കൊരു ശിഷ്യനുണ്ടായിരുന്നു, ഒരു ഭ്രാന്തൻ ശിഷ്യനായിരുന്നു ഭ്രാന്താശുപത്രിയിൽ. അപ്പൊ അങ്ങനെ ഇതിനോട് സംസാരിക്കുന്നതിന് വേണ്ടി വരും. അങ്ങനെ എഴുതി തീർത്ത പുസ്തകമാണ്. ബഷീറിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും അതിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ കുറേ പറയുമ്പോൾ എനിക്ക് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ബഷീറിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ ഞാൻ ഉത്തരവായിട്ട് അടുത്ത് പറയും. ഉണ്ടെങ്കിൽ അത് ഒന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ചോദ്യങ്ങൾ ബഷീറിനെ കുറിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് അതിന് കുറച്ചായിട്ട് ഞാൻ പറയും.
മേഖലകൾ. എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല. ബഷീർ എങ്ങനെയാണ് എഴുത്തുകാരനായതെന്ന് ചോദിക്കും. ബഷീർ എന്ന് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ലോകങ്ങൾ കണ്ടു. ഞാൻ ഇതിനോട് നേരത്തെ പറഞ്ഞല്ലോ, ബഷീർ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഗാന്ധിജിയെ കാണാൻ വേണ്ടി ക്ലാസ് ഇറങ്ങി പോവുകയും കോഴിക്കോട് വരികയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങുകയും ഇതിൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളും അതുപോലെ ആഫ്രിക്കയും ഒക്കെ കറങ്ങുകയും അങ്ങനെ അദ്ദേഹം തിരിച്ച് വരികയാണ്. അങ്ങനെ തിരിച്ചു വന്ന് അദ്ദേഹം ഒരു ജോലിക്ക് വേണ്ടി അന്വേഷണം നടത്തി. അതിനൊരു പത്ര ഓഫീസിൽ പോയിട്ട് ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ജോലിയൊന്നുമില്ല, നിങ്ങളൊരു കഥ എഴുതി തരികയാണെങ്കിൽ പ്രസിദ്ധീകരിക്കണം. അങ്ങനെ അദ്ദേഹം തങ്കം എന്നുള്ളൊരു കഥ എഴുതുന്നു. ഈ കഥയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ. ആ കഥ എഴുതാൻ ചെറിയ പ്രതിഫലം കൊടുക്കും. അങ്ങനെയാണ് ഞാൻ എഴുത്തുകാരനായത് എന്നാണ് ബഷീർ പറയുന്നത്. പിന്നെ അദ്ദേഹം തന്നെ പറയും, ഞാനിങ്ങനെ വലിയ എഴുത്തുകാരനൊന്നുമല്ല, ഞാൻ എൻ്റെ ഓർമ്മകളും അനുഭവങ്ങളൊക്കെ എഴുതി വെക്കുന്നു, അത് ചില ആൾക്കാരിൽ ഞാൻ എഴുത്തുകാരനാണെന്ന് അത് വായിച്ചിട്ട് പറയുന്നു എന്നൊക്കെയാണ് ബഷീർ വിനീതനായിട്ട് പറയും. ഞാനൊരു വിനീതനായ ചരിത്രകാരൻ എന്ന് പറയും ബഷീർ പറയാറുണ്ട്. അപ്പൊ ഇത് ഇത്രയും അനുഭവം, ഞാൻ ലോകത്തിന്റെ പച്ചയായ ജീവിതം കണ്ടറിഞ്ഞൊരു മനുഷ്യൻ. ആ അനുഭവമാണ് അദ്ദേഹത്തെ എഴുത്തുകാരനാക്കി മാറ്റിയത്. അനുഭവം ഇല്ലാത്തവർക്ക് ഒന്നും എഴുതാൻ സാധിക്കുമോ? നിങ്ങൾ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പിൽ വായിച്ചില്ലേ? ആൻ ഫ്രാങ്ക് 14 വയസ്സിനുള്ളിൽ ആൻ ഫ്രാങ്ക് കണ്ട ലോകമാണ് എഴുതിയത്, അല്ലേ? എന്നാൽ ബഷീർ 9 വർഷക്കാലത്തോളം അലഞ്ഞു നടന്നതിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, അദ്ദേഹം കേട്ട കഥകൾ, നാട്ടിലെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് എഴുതിയിരുന്നത്. സ്ഥലത്തെ പ്രധാന ദിവ്യനും ആനവാരിയും പൊൻകുരിശും ഒക്കെ അദ്ദേഹത്തിന്റെ നാടിന്റെ കഥയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. സ്വന്തം നാട്ടിലെ ആളുകളെ കുറിച്ച്, സ്വന്തം നാട്ടിലെ കഥാപാത്രങ്ങളെ കുറിച്ച് സ്വന്തം ഭാഷയിൽ എഴുതുന്നു. അതാണ് നമ്മൾ ബഷീരത്ത് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിയാവുന്ന ഭാഷയിൽ, ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും. ബഷീർ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് ബാല്യകാലസഖി ആദ്യം ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പിന്നീടാണ് അത് മലയാളത്തിലാക്കി ആക്കുന്നതെന്നാണ് ബഷീർ എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കൃതി, എഴുതി തുടങ്ങിയ കൃതി പിന്നീട് ഇത് മലയാളത്തിലെ ഒന്നാമതെന്ന രീതിയിലാണ് ചെയ്യുന്നത്. ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട് മജീദിനെയും സുഹറയുടെയും കഥ, അല്ലേ? വായിച്ചില്ല? അതിലെ 7 വയസ്സായ സുഹറയും 9 വയസ്സായ മജീദും കഥാപാത്രം. അവരുടെ സ്കൂളിലെ കഥയാണ് വലിയ വലിയ ഒന്നും. എന്റെ കഥ ഞാൻ പറയേണ്ടല്ലോ, കേട്ടില്ലേ? പറയുന്നില്ല. പക്ഷെ അവർ പറയേണ്ട ഒരു കാര്യം എന്ന് പറയും, പെൺകുട്ടിയായിട്ടുള്ള സുഹറ ദേഷ്യം പിടിച്ചാൽ, ആരെങ്കിലും അവളെ വഴക്ക് പറഞ്ഞാൽ അവള് മാന്തും. ചെറുക്കാന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചാൽ മാന്തിയിട്ട് മുറിയിലെത്തിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മജീദിനെയും മാന്തി കിട്ടും. അപ്പൊ മജീദിനെയും മാന്തി കിട്ടാതിരിക്കാനുള്ള വഴി എന്താണ്? അവളുടെ നഖം മുറിക്കും. ഇതെങ്ങനെ മുറിക്കും? അവളുടെ നഖം മുറിക്കും. അവിടുത്തെ ഒരു കുട്ടി നമ്മൾ മാന്തുണ്ടെങ്കിൽ അവളുടെ അനുവാദം ഇല്ലാതെ അവളുടെ നഖം നമുക്ക് മുറിക്കാൻ പറ്റുമോ? അവളെ കെട്ടിയിട്ടിട്ട് നമുക്ക് നഖം മുറിക്കാൻ പറ്റും? അവളുടെ അനുവാദത്തോടു കൂടി അവളുടെ നഖം എങ്ങനെ മുറിക്കും? എങ്ങനെ മുറിച്ചത് അറിയോ? മജീദ് നല്ല ഭാവനകളാണ്. ഭാവനകൾ
ആളാണ്, നന്നായിട്ട് കഥയൊക്കെ ഉണ്ടാക്കി പറയും. അപ്പൊ മജീദ് അവരോട് കഥ പറഞ്ഞു. അവരോട് കഥ പറഞ്ഞു. എന്ത് കഥ പറഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ സ്വപ്നത്തില് ഒരു വലിയ കുന്നിന് കൊണ്ട് വലിയ മാളികൾ. ഇവര് രണ്ടുപേരും കൂട്ടുകാരാണ് കേട്ടോ. കൂട്ടുകാരാണ്. വികൃതി കളിക്കുമ്പോൾ അവിടെ ഇവിടെ മാറും, തെറ്റും. മജീദ് ചീത്ത അറിയും, പക്ഷേ സുറ മുറിവേൽപ്പിക്കും ആദ്യം. എന്നിട്ട് ഒരു കുന്നിന്റെ മുകളിൽ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തില് ഒരു രാജകുമാരി. അപ്പൊ സുറ ചോദിക്കുക, ആ രാജകുമാരി ഞാനാണോ? മജീദ് പറയുന്നത് നീ അല്ല, നീ രാജകുമാരി അല്ലാന്ന്. അപ്പൊ സുറയ്ക്ക് സങ്കടം. അപ്പൊ മജീദ് നീ സങ്കടപ്പെടണ്ട, നിനക്ക് രാജകുമാരി ആകാം. എങ്ങനെ രാജകുമാരി ആകാം? രാജകുമാരി ആരെയും മാറുന്നില്ല. രാജകുമാരി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നഖം മുറിക്കണം. പിന്നെ പറഞ്ഞു രാജകുമാരി ആരെയും വഴക്ക് പറയില്ല. അതുകൊണ്ട് രാജകുമാരി ആണെങ്കിൽ ചീത്തവാക്കൊന്നും പറയരുത്, ദേഷ്യപ്പെടരുത്. ഇങ്ങനെ സുഹറ പ്രതിരോധിക്കുന്ന കാര്യങ്ങളൊക്കെ മജീദ് മെല്ലെ മെല്ലെ ഇല്ലാണ്ടായിരുന്നു. പ്രതിരോധം തന്നെയാണോ? സ്ത്രീയുടെ ആയുധമാണെന്ന് നഖം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. ഈ നഖം മജീദ് തന്നെ മുറിച്ചു കൊടുക്കും. ഇതിന്റെ രാജകുമാരിയാക്കാൻ പറഞ്ഞിട്ട് മുറിച്ച് അങ്ങനെയാണ് മജീദ് അതിന് രക്ഷപ്പെടുന്നത്. ഇത് വായിക്കുന്ന മുതിർന്ന ആളുകൾ, പ്രത്യേകിച്ച് 7, 8, 9 ക്ലാസ്സിന് മുകളിലേക്കുള്ള കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഷീർ വെറുതെ പറഞ്ഞതല്ല. എങ്ങനെയാണ് നമ്മളുടെ പ്രതിരോധ ശേഷി നമ്മളറിയാതെ നമ്മളിൽ നിന്ന് ചോർത്തി കളയുന്നത്, നമ്മുടെ സമൂഹത്തോടു കൂടി ചോർത്തി കളയുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും കേരളത്തിലെ സ്ത്രീകൾക്ക് അവളായിരിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പലപ്പോഴും സാധിക്കാറുണ്ട്. അവളായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു പുരുഷനോട് പ്രതിഷേധിക്കുന്നിടത്ത് പ്രതിഷേധിക്കാനും, ചീത്ത പറയുന്നിടത്ത് ചീത്ത പറയാനും, തൊഴിക്കുന്നിടത്ത് തൊഴിക്കാനും, മാന്തുന്നിടത്ത് മാന്താനും പറ്റുന്ന തരത്തിലുള്ള പ്രതികരണ ശേഷിയുള്ള ഒരു സ്ത്രീ ആയിരിക്കാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. അത് സാധിക്കാത്തതിൻ്റെ ഒരു കാരണമാണ് ബഷീർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. നമ്മളത് ശരിക്കും വായിക്കുമ്പോൾ, നിങ്ങൾ മുതിർന്ന കുട്ടികൾ വായിക്കുന്നത് മനസ്സിലാവും എന്താണ് ബഷീർ അതിലൂടെ പറയുന്നത്. വളരെ നൈസായിട്ട് ഡോക്ടർ അല്ലേ? ആയുധത്തെ മെല്ലെ എടുത്ത് വെക്കുന്നത്, അതാണ് പ്രകൃതി. അപ്പൊ അതുകൊണ്ട് ബാല്യകാലസഖിയെ വായിക്കണം. ഒരിക്കലും ഒന്നിക്കാൻ സാധിക്കാത്ത ഒരു ബന്ധമായിരുന്നു മജീദ് സുഹറ എന്നുള്ള ബന്ധം. അവര് ഒരുമിച്ച് ജീവിക്കാനൊക്കെ വിചാരിച്ചു, പക്ഷെ സാധിച്ചു. ആ കഥയില് മജീദ് വീട്ടിൽ നിന്ന് വാപ്പ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് വാപ്പയുടെ ദേഷ്യത്തിന് കാരണമായിട്ട് ഇറങ്ങിപ്പോകും. വാപ്പ അദ്ദേഹം ഈ മജീദിനോട് വന്നു, വയലിലൊന്ന് ഒരു കാര്യത്തിൽ പോയി നോക്കണമെന്ന് പറഞ്ഞു. കൊയ്ത്തിൻ്റെ ഒരു കാരണമാണ്. അപ്പൊ മജീദ് എന്തോ കാരണം കൊണ്ട് പോയി. അപ്പൊ പറഞ്ഞ് നീ വീട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നു, നീ പോയി രാജ്യമൊക്കെ ചുറ്റി നടന്നിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചിടാൻ. അങ്ങനെയാണ് മജീദ് പോകുന്നു, നാട് വിട്ട് പോകുന്നു. നാട് വിട്ട് പോയിട്ട് കുറെ ജോലിക്ക് കാര്യം നടന്ന് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല. ഒരു ആക്സിഡന്റ് പെട്ടിട്ട് കാല് മുറിഞ്ഞു പോകും. ഒരു കാര്യം മാത്രമാവും, തിരിച്ചു വരാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു പ്രാവശ്യം തിരിച്ചു വരുന്നുണ്ട്, രണ്ടാമത് പോകുമ്പോഴാണ് ഈ അപകടം വരുന്നത്. അങ്ങനെ ഒരിക്കലും ഒന്നിക്കാത്ത ദുഃഖമുള്ള ഒരു കഥയാണ് ബാല്യകാലസഖി. വായിക്കാത്തവർ എന്തായാലും വായിക്കണം. അതുപോലെ നമ്മളൊക്കെ സാധാരണ ഭിക്ഷക്കാർ വന്ന് എന്താ ചെയ്യുക? വീട്ടിൽ ഭിക്ഷക്കാർ വന്നാൽ ചിലപ്പോൾ ഒന്നും ഇല്ലാന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളത് കൊടുത്ത് പറഞ്ഞേക്കും അല്ലേ? എന്നാൽ ബഷീറിന്റെ മാന്ത്രികത്തെ വെച്ചാൽ കഥയുണ്ട്. അതിൽ ബഷീർ തന്നെയാണ് കഥാപാത്രം. ബഷീർ അതിൽ പറയുന്നൊരു കാര്യം,
എന്തെങ്കിലും പൈസ എടുത്ത് പറഞ്ഞയക്കും. അങ്ങനെ കുറേ പ്രാവശ്യം വരും. പിന്നെ ബഷീറിന്റെ കൂട്ടുകാരനെ അങ്ങനെ അവരിന്ന് സംസാരിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഭിക്ഷക്കാരനെ പോലും അവഗണിക്കാതെ അയാളുടെ നന്മ തിരിച്ചറിഞ്ഞ് സുഹൃത്താക്കി മാറ്റുന്ന ഒരു കഥാകാരൻ. മലയാളത്തിൽ വേറെ അങ്ങനെ എഴുതിയാറില്ല. ഇത്രയും എളിമയുള്ള എഴുത്തുകാരൻ. ബഷീറിന് പത്മശ്രീ കൊടുത്തതിനെ കുറിച്ച് കാരശ്ശേരി മാഷ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പത്മശ്രീ എന്ന് പറഞ്ഞാൽ അറിയാലോ, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ബഹുമതിയാണ്. അപ്പൊ അത് അവിടുന്ന് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു എഴുത്തുകാരുടെ വിവരം പറയും. വിവരം പറയുന്നതാണ് കലക്ടറേറ്റ് ഉദ്യോഗസ്ഥർ. അതിന് അവർ വീട്ടിൽ വന്നപ്പോൾ ബഷീറിനോട് പറഞ്ഞു, ഇങ്ങനെ പത്മശ്രീ അവാർഡ് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്, വാങ്ങാൻ വരണമെന്ന് പറഞ്ഞു. ബഷീർ അടുത്ത് ഭാര്യ ഫാബി ബഷീർ ഫാബിയോട് പറഞ്ഞു, ഇങ്ങനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അടുത്ത സ്ഥലമുണ്ട് ഇത് വെക്കാൻ. അതായത് ഇങ്ങനൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിയുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് വാങ്ങുന്നത് ആഗ്രഹമല്ല. സാധാരണ ഉണ്ടെങ്കിൽ ഉണ്ടാവുക അവിടെ പോയിട്ട് വാങ്ങുന്നത് ആഗ്രഹം ഉണ്ടാവുക. പക്ഷെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു വിഷയമല്ല എന്നതാണ്. അത്രയും എളിമയുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ അവാർഡ് കൊടുത്താലും അവാർഡ് കൊടുത്തില്ലെങ്കിലും അതെന്തൊരു വിഷയമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ആരാധിക്കുന്ന ബഷീറിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടില്ല. കേരള സാഹിത്യ അക്കാദമി അവാർഡോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ ബഷീറിന് ലഭിച്ചിട്ടില്ല. ബഷീറിന് ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്, വേറെ കുറേ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന തരത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവാർഡുകളൊന്നുമല്ല കാര്യമുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടേതായ ഭാഷയിൽ പറയുമ്പോൾ ആളുകൾ വായിക്കുകയും ആളുകൾ നമ്മെ സ്നേഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിഭയുടെ തീപ്പരി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എഴുതാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും എഴുതണം. ബഷീറിനെ മാതൃകയാണ്. ഞാൻ പറഞ്ഞ ബഷീറിനെ അംഗീകരിക്കാത്തതല്ല, ബഷീർ എഴുതിയത് പോലെ എന്തും എഴുതാനുള്ള നമ്മുടേതായ ഭാഷയിൽ അത്രയും ലളിതമായിട്ട് എഴുതാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം. നമുക്ക് പലപ്പോഴും ധൈര്യമില്ല. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പേടിക്കും. എങ്ങനെ എഴുതിയാൽ ശരിയാവുമോ, അങ്ങനെ എഴുതിയാൽ ശരിയാവുമോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ചാണ് നമ്മളൊരു വാക്യം എഴുതും, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും. പക്ഷെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമേ ഇല്ല. മനസ്സിൽ തോന്നുന്ന നമ്മൾ എഴുതും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതുക. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ബഷീറിനെ ഓർമ്മിക്കുന്നത്. 1994 ജൂലൈ 5-നാണ് ബഷീർ മരണമടയുന്നത്. ആ ജൂലൈ 5-ആണ് ഇന്ന് ബഷീർ സ്മൃതി എന്ന് പറയുന്നത്. ബഷീറിന്റെ നന്മ, ബഷീറിന്റെ കാരുണ്യം, സഹജീവികളുള്ള സ്നേഹം, സാഹിത്യത്തിലെ പ്രതിഭ, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഷീർ സ്മൃതി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ വരാൻ സാധിച്ചത്, നിങ്ങളെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. ഇനി ആർക്കെങ്കിലും ബഷീറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ ശ്രദ്ധിക്കാനോ ഉണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. പുതിയ ആളുകൾ
എഴുത്തുകാരനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ എവിടെയാണ് ജനിച്ചത്? വൈക്കത്തിനടുത്തുള്ള തലയോരപ്പറമ്പ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. 87 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സിനിമയുടെ ചിത്രീകരണാർത്ഥം ബേപ്പൂരെത്തുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. 1994 ജൂലൈ 5 ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. ധാരാളം നോവലുകൾ, ചെറുകഥകൾ, ഓർമ്മക്കുറിപ്പ്, നാടകം തുടങ്ങിയവയെല്ലാം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ പാത്തുമ്മയുടെ ആട്, പിന്നെ പ്രേമലേഖനം, പിന്നെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? നീലവെളിച്ചം തുടങ്ങിയ ധാരാളം രചനകൾ മലയാള സാഹിത്യത്തിന് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? 1920 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടി. അതോടൊപ്പം തന്നെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഇതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ 1982 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. കൂടാതെ 89 മികച്ച കഥയ്ക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 1992 ലളിതാംബിക അന്തർജനം അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 1993 മുട്ടത്തുവർത്തി അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ഇതെല്ലാം വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ചു. മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും പ്രസിദ്ധമായ സിനിമയാണ് ഭാഗ്യവിധരെ. ഈ സിനിമയിൽ കഥ എവിടെയാണെന്നറിയാമോ? ബഷീറിന്റെ നീല വെളിച്ചം എന്നുള്ള കഥയാണ് ഈ സിനിമയാക്കിയിരിക്കുന്നത്. കൂടാതെ ബാല്യകാലസഖി, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, പ്രേമലേഖനം, മതിലുകൾ, ശശിനാഥ് തുടങ്ങിയവയും അദ്ദേഹത്തിന്റെ രചനകളാണ്. ഇവയെല്ലാം ചലച്ചിത്രമാക്കിയിട്ടുണ്ട്, അതായത് സിനിമയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബഷീർ എന്ന വ്യക്തിയെ കൂടുതൽ അടുത്തറിയാം. ബേപ്പൂരിലെ വയലാരൻ വീട്ടിൽ മാമ്പോസ്റ്റിൽ വരച്ചുകെട്ടി തന്റെ പ്രിയപ്പെട്ട ചാരികസേരയിൽ ഇരുന്നാണ് ബഷീർ തന്റെ കഥകളെല്ലാം എഴുതിയിരുന്നത്. ഇതെല്ലാം മലയാള സാഹിത്യത്തിന്റെ ഏറ്റവും മികച്ച മുതൽക്കൂട്ടുകളാണ്. ഇന്ന് ഈ സുദിനത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇനി ടീച്ചർ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. റെഡിയാണോ? എല്ലാവരും ഉത്തരം പറയുമോ? മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന ബഷീർ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരെന്താണ്? ഒറ്റക്കണക്കൊമ്പ്, മുച്ചീട്ടുകളിക്കാരൻ എന്ന കഥയിലെ കഥാപാത്രമാണ്. ഇനി വരുന്നത് ഒറ്റക്കണ്ണൻ കൊമ്പ്. മണ്ണൻ മുത്തപ്പൻ, വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്നുള്ള പ്രയോഗം ബഷീറിന്റെ ഏത് കൃതിയിൽ നിന്ന് എഴുതപ്പെട്ടതാണ്? വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്നുള്ള പ്രയോഗം ഹിന്ദുപ്പനാണ്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്?
പ്രവർത്തകരെ, എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമുക്കറിയാം മലയാള സാഹിത്യത്തിൽ എന്നല്ല ലോക സാഹിത്യത്തിൽ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണ ദിനത്തിലാണ് നാം എല്ലാവരും. ഇപ്പോൾ ഈ ഒരു സ്കിറ്റിലൂടെ തന്നെ ബഷീർ പുനർജനിച്ച പോലെയുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് ഏവർക്കും ആ സ്കിറ്റിലെ ഓരോ കുട്ടികളും അവരുടെ അഭിനയത്തിലൂടെ നമുക്ക് കാഴ്ചവെച്ച് തന്നിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നു ആ ഒരു പരിപാടി കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ചെറിയ 1-2 വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം നമ്മുടെ വിശിഷ്ട അതിഥി ഒരു ബഷീറിന്റെ ലോകത്തെ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ഒരു പുസ്തകം വായിക്കാത്ത കുട്ടി ഉണ്ടെങ്കിൽ ബഷീറിന്റെ ഒരു സാഹിത്യം മൊത്തം നമുക്ക് അനുഭവ വേദ്യമാക്കി തരുന്ന രീതിയിലായിരുന്നു നമ്മളോട് സംസാരിച്ചത്. അത് മതി നമ്മൾ ധന്യരാകാം. ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. റെഡിയല്ലേ? വലിയൊരു കാട്. ആ കാട്ടിൽ കുറേ വൃക്ഷങ്ങൾക്കിടയിൽ ഒരൊറ്റ വൃക്ഷം. ആ വൃക്ഷത്തിൽ ഒരു കൊമ്പ്. വൃക്ഷത്തിൽ ധാരാളം കൊമ്പുണ്ട്, പക്ഷെ ഒരു കൊമ്പിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ആ കൊമ്പിൽ ഒരു കൂടുണ്ട്. ആ കൂട്ടിൽ ഒരു കിളിയുണ്ട്. ആ കിളി വർഷങ്ങളായി ആ മരത്തിൽ, ആ കൂട്ടിൽ താമസിക്കുകയാണ്. ഒരു ദിവസം ആ കിളിക്ക് എന്തോ ഒരു ഏകാന്തത അനുഭവപ്പെട്ട പോലെ, ആരുമില്ല തനിക്കൊന്ന് മിണ്ടി പറയാൻ. അങ്ങനെ ഇരിക്കെ ആ കിളി എന്ത് ചെയ്യാണ്? ആ കാട്ടിൽ നിന്നും, ആ വൃക്ഷത്തിൽ നിന്നും, ആ കൂട്ടിൽ നിന്നും മറ്റേതോ ഒരു കാട്ടിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അതെന്താണ് ചെയ്തത്? തൻ്റെ ചിറകിന്റെ ഒരു തൂവൽ, വളരെ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പറയുന്ന കാര്യം, തൻ്റെ ചിറകിന്റെ ഒരു തൂവൽ ആ വൃക്ഷ ചുവട്ടിലേക്ക് ഇട്ട ശേഷം അത് പാറി പാറി പോയി, പാറി പാറി അകന്നുപോയി. അപ്പോ പ്രശസ്ത കവിത എഴുതിയിരിക്കുന്ന പ്രശസ്ത കവിയുടെ സന്ദേശം ആ കഥയിലൂടെ എന്താണെന്ന് വെച്ചാൽ, ആ കിളി ആ കാട്ടിൽ ഒരു നാളിൽ ഉണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടി ഒരു ചിറക് അത് ആ കാട്ടിന്റെ അല്ലെങ്കിൽ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇട്ടേച്ചതാണ്. അപ്പൊ കവി പറയാണ്, എന്താണ് പറയുന്നത്? ഒരു കിളി ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു തൂവൽ അവിടെ ഇട്ടേച്ചാൽ മതി എന്നാണ്. അതായത് നമ്മൾ ആ കിളി പോയതിനു ശേഷം ആ കാട്ടിലെ ആ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ഏതെങ്കിലും മനുഷ്യർ കടന്നു വരുമ്പോൾ ആ ചിറക് കാണാൻ ഇടയായാൽ അല്ലെങ്കിൽ ആ തൂവൽ കാണാൻ ഇടയായാൽ വിചാരിക്കും എന്ത്? ഇവിടെ ഒരു കിളി ഉണ്ടായിരുന്നെന്ന്. കിളി അവിടെ ഇല്ല, പക്ഷെ ചിറക് കണ്ടാൽ മതി, ആ തൂവൽ കണ്ടാൽ മതി, ഇവിടെ ഒരു കിളി ഉണ്ടായിരുന്നെന്ന്. അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൽ എങ്ങനെ നിരവധി ചിറകുകൾ തന്ന് സാഹിത്യ ലോകത്ത് ചിരപ്രതിഷ്ഠനായി, സാഹിത്യ ലോകത്തു നിന്നും അപ്രത്യക്ഷനായെങ്കിലും നമ്മൾക്കൊപ്പം ജീവിക്കുന്ന അനന്യനായ ഒരു സാഹിത്യകാരന്റെ അനുസ്മരണ ദിനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ, നമ്മുടെ സ്കൂള് അത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ, നമുക്ക് അനുയോജ്യനായ ഒരു വിശിഷ്ടാതിഥിയെ കിട്ടിയതിൽ നമ്മുടെ പ്രിൻസിപ്പലിനും അതേപോലെ മറ്റ് സഹപ്രവർത്തകർക്കും അതേപോലെ HM-നും ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തോന്നിയ സന്മനസ്സിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ ഭാവുകങ്ങളും നൽകുകൊണ്ട്, എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുപോലൊരു സായാഹ്നം ഇന്ന് ഈ നിമിഷത്തിൽ നമുക്ക് സമ്മാനിച്ച പ്രിൻസിപ്പലിന്, അതുപോലെ തന്നെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് അവസരം തന്ന സ്കൂൾ അതോറിറ്റിക്കും, അതുപോലെ ബഷീറിന്റെ കഥകളിലൂടെ അദ്ദേഹത്തിന്റെ കഥാപശ്ചാത്തലങ്ങളിലൂടെ നമ്മെ നയിച്ചു കൊണ്ടുപോയ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ മുനീർ അഗ്രഗാമി എന്നിവർക്കെല്ലാം എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ദിനം നമ്മുടെ മനസ്സിൽ നാം ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു അനുഭവ വിസ്മയമാക്കി തീർക്കാൻ വേണ്ടി അതിൽ ഉത്സാഹിച്ച പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ അഗൈതവമായ നന്ദി പറഞ്ഞതുപോലെ ഒരുപാട്
കഴിവുകൾ നാം കണ്ടെത്തുകയാണ്. നമുക്കും അതൊന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ വിദ്യാലയം നമുക്ക് തരുന്നത്. അതിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ ഏറ്റവും മാത്രം നന്ദി പറഞ്ഞാലും അത് തീരാവുന്നതല്ല. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റു 2 വ്യക്തികൾ. നമ്മുടെ സ്കൂളിൽ ഏതൊരു പരിപാടി നടത്തുമ്പോഴും അതിനുവേണ്ട സാങ്കേതിക